നല്ല വേനൽ. ഉറുമ്പ് രാവിലെ തന്റെ ജോലികൾ തുടങ്ങി. ആഹാരം തേടിപ്പോകണം, അവ ശേഖരിച്ച് സൂക്ഷിക്കണം. എന്തൊക്കെ ജോലികൾ! മഴക്കാലം അടുക്കുകയാണ്. ഇപ്പോൾ എല്ലാം സൂക്ഷിച്ചു വച്ചാൽ പഞ്ഞമാസങ്ങളിൽ പട്ടിണിയാവില്ല. എന്നാൽ പച്ചത്തുള്ളന് ഇതൊന്നും അത്ര കാര്യമല്ല. അവൻ പാട്ടും പാടി നടക്കുകയാണ്. പച്ചത്തുള്ളൻ തന്റെ ചങ്ങാതിയായ ഉറുമ്പിനെ കാണാനെത്തി. ചങ്ങാതി, മഴയില്ലാത്ത ഈ സമയത്ത് നീ എന്തിനാണ് എല്ലുമുറിയെ പണിയെടുക്കുന്നത്? വാ, നമുക്ക് പാട്ടുപാടി നടക്കാം. ഈ വേനലിൽ കളിച്ചു നടക്കാനോ? ഞാനില്ല. നീ മഹാമടിയനാണ്. പഞ്ഞമാസം അടുത്തു വരുന്നു. ഇപ്പോൾ ആഹാരം ശേഖരിക്കാതിരുന്നാൽ മഴക്കാലമാകുമ്പോഴേക്കും പട്ടിണി കിടക്കേണ്ടി വരും. മഴക്കാലമാകുമ്പോഴല്ലേ, അതപ്പോൾ നോക്കാം. ഉറുമ്പ് പറഞ്ഞത് കൂട്ടാക്കാതെ പച്ചത്തുള്ളൻ ആടിപ്പാടി നടന്നു. വേനൽ കഴിഞ്ഞു, മഴക്കാലം വരവായി. മഴ കാരണം ആർക്കും പുറത്തിറങ്ങാൻ വയ്യാതായി. ഉറുമ്പ് താൻ ശേഖരിച്ച ആഹാരവും തിന്ന് കൂടിനുള്ളിൽ കഴിഞ്ഞുകൂടി. പാവം പച്ചത്തുള്ളൻ പാർക്കാൻ വീടും കഴിക്കാൻ ആഹാരവുമില്ലാതെ നനഞ്ഞു കുതിർന്ന് ഉറുമ്പിന്റെ അടുത്തെത്തി. ചങ്ങാതി, എനിക്കിത്തിരി ഭക്ഷണം തരുമോ? ഇല്ല. വേനലിൽ നീ എന്തു ചെയ്യുകയായിരുന്നു? പാട്ടും പാടി നടന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പഞ്ഞമാസം വരുമെന്ന്? വേഗം സ്ഥലം വിട്ടോ. ശരിയാണ്, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. കുറുക്കനും കഴുതയും ചങ്ങാതിമാരായി. അവർ എന്നും ഒരുമിച്ച് നടക്കാനിറങ്ങും. സുഹൃത്തെ, എനിക്കൊരു മോഹം. ഒന്ന് വേട്ടയാടണം. അതിനെന്താ, ഇപ്പോൾ തന്നെ പോകാമല്ലോ. നമുക്കൊരു വലിയ മൃഗത്തെ പിടിക്കാം. കാട്ടിലൂടെ കുറേ ദൂരം നടന്നിട്ടും മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. ചങ്ങാതി, ഞാൻ നടന്നു തളർന്നു. ഇനി ഒരടി നടക്കാൻ വയ്യ. അടുത്തായി ചെറിയ വല്ല മൃഗങ്ങളും ഉണ്ടോ എന്ന് നോക്കാമോ? ഞാൻ ഇവിടെ ഇരിക്കാം. കുറുക്കന് അപകടം മനസ്സിലായി. എന്തായാലും രക്ഷപ്പെടാൻ ഒരു ബുദ്ധി പ്രയോഗിക്കാം. കുറുക്കൻ രണ്ടും കൽപ്പിച്ച് സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. മൃഗരാജൻ, അങ്ങ് വല്ലാതെ വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത്തിരി ശരീരം മാത്രമുള്ള എന്നെ ഭക്ഷിച്ചാൽ അങ്ങേക്ക് വിശപ്പടക്കാൻ കഴിയില്ല. അതിനാൽ ഒരു വലിയ മൃഗത്തെ ഞാൻ അങ്ങേക്ക് തരാം. വലിയ മൃഗമോ? അതെവിടെ? ഞാൻ വരുന്ന വഴിയിൽ ഒരു കഴുതയെ കണ്ടു. നല്ല പുഷ്ടിയുള്ള ഒരെണ്ണം. ഏതായാലും ഒരു സൂത്രം പ്രയോഗിച്ച് ഞാൻ അവനെ കൊടുക്കാം. എന്നെ പോയി വരാൻ അനുവദിക്കണം. ശരി, നീ പോയി വരൂ. ഹാവു, രക്ഷപ്പെട്ടു. ഇനി എങ്ങനെയെങ്കിലും ആ കഴുതയെ കുടുക്കി സിംഹത്തിന്റെ മുന്നിലെത്തിക്കണം. കുറുക്കൻ ഓടി കഴുതയുടെ അടുത്തെത്തി. സുഹൃത്തെ, വല്ല മൃഗത്തെയും കണ്ടോ? ഞാൻ നല്ല ഒരു ഇരയെ കണ്ടു. ഒരു മുടന്തൻ പുലി.
വയസ്സിനുമാണ്. നമുക്കവനെ പിടിക്കാം. അതിന് നിന്റെ സഹായം വേണം. കൊള്ളാം, എന്ത് സഹായമാണ് വേണ്ടത് പറഞ്ഞോളൂ. നീ കെണിയിലകപ്പെട്ട പോലെ കിടക്കണം. അപ്പോൾ പുലി പതിയെ അടുത്തുവരും. ഞാനപ്പോൾ മറഞ്ഞു നിന്ന് അവന്റെ മുകളിൽ ചാടി വീഴാം. ഇത്രയും പറഞ്ഞ് കുറുക്കൻ കഴുതയെ ഒരു വേടന്റെ കെണിയിലെത്തിച്ചു. കുറുക്കന്റെ വാക്ക് വിശ്വസിച്ച കഴുത കെണിയിൽ വീണ് കിടന്നു. കൊള്ളാം, ഞാനിപ്പോൾ വരാം. കുറുക്കൻ ഓടി സിംഹത്തിന്റെ അടുത്തെത്തി. പ്രഭു, ഞാൻ പറഞ്ഞതുപോലെ ഒരു സൂത്രം പ്രയോഗിച്ച് അവനെ കുടുക്കിയിട്ടുണ്ട്. അങ്ങ് വന്ന് വിശപ്പടക്കിയാലും. സിംഹം കുറുക്കന്റെ പിന്നാലെ ചെന്നു. അവിടെ അതാ ഒരു കഴുത വലയിൽപ്പെട്ട് കിടക്കുന്നു. ഇവൻ പറഞ്ഞത് സത്യമാണല്ലോ. ഏതായാലും അടുത്ത് ചെന്ന് നോക്കാം. അയ്യോ! അപ്പോൾ സിംഹത്തിന് ഒരു ബുദ്ധി തോന്നി. ഏതായാലും ഇവന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ ബോധവും പോയി. എന്നാൽ ഇന്ന് കുറുക്കനെ തിന്നാം. കഴുതയെ നാളെ മതി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ കൂട്ടുകാരനെ ബലി കൊടുത്ത ഇവൻ സൂത്രശാലിയാണ്. ഇവനെ പിടിക്കാൻ ഒരു ബുദ്ധി തന്നെ പ്രയോഗിക്കാം. അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? നിന്നെ എന്റെ മന്ത്രിയാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. വരൂ, ഈ രാജചിഹ്നം സ്വീകരിക്കൂ. മന്ത്രിയാവാൻ കിട്ടിയ അവസരമല്ലേ? അവൻ സിംഹത്തിന്റെ അരികിലേക്ക് ചെന്നു. നോക്കണേ, ചതിയന് കിട്ടിയ ശിക്ഷ. ഒരു കാട്ടിനടുത്തുള്ള ഗ്രാമത്തിൽ കുട്ടനെന്നും മുട്ടനെന്നും പേരുള്ള 2 മുട്ടനാടുകൾ ഉണ്ടായിരുന്നു. ഉറ്റ ചങ്ങാതിമാരായിരുന്നു അവർ. കാട്ടിൽ നിന്നും നാട്ടിലെത്തിയ ജംബുകൻ എന്ന കുറുക്കൻ ഒരു ദിവസം അവരെ കണ്ടു. കൊഴുത്ത് തുടുത്ത അവയുടെ ശരീരം കണ്ട് അവന്റെ നാവിൽ വെള്ളമൂറി. ആട്ടിൻ മാംസത്തിന്റെ രുചി ഓർത്ത് അവൻ ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവയെ ഒരുമിച്ചാക്രമിക്കാനുള്ള ആരോഗ്യം തനിക്കില്ല. അവയാണെങ്കിൽ എപ്പോഴും ഒരുമിച്ചാണ് താനും. ജംബുകൻ തല പുകഞ്ഞാലോചിച്ചു. ഒടുവിൽ ഒരു വഴി പരീക്ഷിക്കാമെന്ന് ഉറപ്പിച്ചു. ഇവയെ തമ്മിലകറ്റി കാര്യം നേടാം. കുട്ടൻ വെള്ളം കുടിക്കാൻ തടാകത്തിലേക്ക് പോയപ്പോൾ അവൻ മുട്ടനെ സമീപിച്ചു. മുട്ട, നിന്നോടെനിക്ക് സ്വകാര്യമായി ചിലത് പറയാനുണ്ട്. എന്നോടോ? മുട്ട, നിന്നെ വളരെ നാളായി ഞാൻ കാണുന്നു. നീ അതീവ ശക്തിമാനാണ്. ഒരുപക്ഷെ കുട്ടനേക്കാളും. ശക്തിയുണ്ടെന്ന് നെഗളിച്ചാൽ മാത്രം പോരാ, അത് തെളിയിക്കണം. അതെന്തിന്? നീ ശക്തിമാനാണെന്ന് കണ്ടാൽ വനദേവത നിന്നിൽ പ്രസാദിക്കും. അജയ്യമായ ശക്തി നിനക്ക് വരമായി ലഭിക്കും. എന്നാൽ നിനക്കൊരു പക്ഷേ രാജ്യഭാരം തന്നെ കിട്ടിയേക്കാം. വെറുതെ കളിച്ചു നടന്ന് ജീവിതം പാഴാക്കരുത്. നീ പറയുന്നത് സത്യമാണോ? ശക്തി തെളിയിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുറുക്കന് സന്തോഷമായി. തന്റെ വിദ്യ ഫലിക്കുന്നുണ്ട്. മുട്ട, നീ കുട്ടനെ പോരിന് വിളിക്കണം. അവനെ തോൽപ്പിച്ച് നിന്റെ ശക്തി തെളിയിക്കണം. ജംബുകൻ ഇത്രയും പറഞ്ഞ് നേരെ തടാകത്തിലേക്ക് പോയി. മുട്ടനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ കുട്ടനോടും അവൻ പറഞ്ഞു. മുട്ടനെ പോരിന് വിളിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. കുറുക്കന്റെ വിദ്യ ഫലിച്ചു.
ജംബുകൻ ഇതൊക്കെ കണ്ട് രസിച്ച് ദൂരെ അങ്ങനെ ഇരുന്നു. എന്നാൽ ചോര വാർന്നു വീഴുന്നത് കണ്ടപ്പോൾ അവന് കൊതി സഹിച്ചില്ല. ചൂട് ചോര നക്കി കുടിക്കാൻ അവൻ ആടുകളുടെ ഇടയിലേക്ക് ആർത്തിയോടെ ഓടിച്ചെന്നു. നോക്കണേ, ദുഷ്ടന് കിട്ടിയ ശിക്ഷ. ഒരു പൂജാരി കാട്ടിലൂടെ തന്റെ ഗ്രാമത്തിലേക്ക് പോകും വഴി ഒരു കടുവയുടെ മുന്നിൽ ചെന്നുപെട്ടു. പക്ഷെ കടുവയ്ക്ക് പൂജാരിയോട് അലിവ് തോന്നി. അപ്പൂപ്പൻ എങ്ങോട്ടാ പോകുന്നത്? മോനെ, അപ്പൂപ്പൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. കല്യാണമോ? എന്താണ് അപ്പൂപ്പ കല്യാണം എന്ന് വെച്ചാൽ? ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് കല്യാണം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അപ്പൂപ്പ, എനിക്കും ഒരു കല്യാണം കഴിക്കണം. ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞേ പറ്റൂ. ശരി, നീ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരൂ. ഒരു സുന്ദരി കടുവയുമായുള്ള കല്യാണം ഞാൻ നടത്തിത്തരാം. പൂജാരി വീട്ടിലെത്തിയ ഉടൻ തന്നെ തന്റെ മിത്രങ്ങളായ നാട്ടുകാരെ വിളിച്ച് ഒരു വലിയ കൂടുണ്ടാക്കി കടുവ വരുന്നതും കാത്തിരുന്നു. അപ്പൂപ്പ, അപ്പൂപ്പ, ഞാനിങ്ങെത്തി. എന്നാൽ പൂജാരി പേടിച്ച് വീട്ടിന് വെളിയിൽ ഇറങ്ങാൻ തയ്യാറായില്ല. നീ വന്നോ? ഞാൻ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. വെളിയിലുള്ള കൂട്ടിൽ കയറി വാതിലടച്ചു കിടന്നോ. ഇത് കല്യാണത്തിന്റെ ഒരു ചടങ്ങാണ്. അതിനെന്താ അപ്പൂപ്പ, ഇപ്പോൾ തന്നെ ഞാൻ കൂട്ടിൽ കയറാമല്ലോ. കല്യാണം കഴിക്കാൻ ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് കല്യാണം വേണ്ടായേ. ഞാനിപ്പോ ചാവും. അയ്യോ, രക്ഷിക്കണേ. നീന്തറിയാത്ത ഏതോ കടുവച്ചാരാണ്. രക്ഷിച്ചേക്കാം. നീ എന്നെ രക്ഷിച്ചില്ലേ? എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ മതി. എനിക്ക് സമ്മതം. എനിക്ക് സന്തോഷമായി. എല്ലാ പൂജാരി അപ്പൂപ്പന്റെ മന്ത്രം കൊണ്ടാണ് നടന്നത്. എന്നെ കൂട്ടിലാക്കി വിട്ടതുകൊണ്ടാണല്ലോ നിന്നെ കിട്ടിയത്. നമുക്ക് പോയി അപ്പൂപ്പന്റെ അനുഗ്രഹം വാങ്ങണം.
അപ്പൂപ്പ, അപ്പൂപ്പ. അയ്യോ, ആ കടുവ ചത്തില്ലേ? എന്നെ പിടിക്കാൻ തന്നെയാണ് വേറൊന്നിനെയും കൂട്ടി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൂപ്പ, അപ്പൂപ്പ, വേഗം ഇറങ്ങി വാ. അപ്പൂപ്പന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൂപ്പൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൂപ്പന് തീരെ സുഖമില്ല. എനിക്ക് സന്തോഷമായി. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ദക്ഷിണ വച്ചിട്ട് പോക്കോ. ദൈവം കാത്തു. പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയായി.